അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയും ഒരു തത്വ സംഹിതയുമാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ്റെ പരിപൂർണതയെക്കുറിച്ച് ഖുർആൻ പറയുന്നു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിനം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സമ്പൂർത്തീകരിക്കുകയും ദീനുൽ ഇസ്ലാം ഒരു മതമെന്ന നിലയിൽ നിങ്ങൾക്ക് നാം തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു. ഈ തൃപ്തിപ്പെട്ട് തന്ന ദീനെ മനുഷ്യന്റെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും അഖില മേഖലകളിലും വഴികാട്ടിയായി നിലകൊള്ളുന്നു. ഒരു തത്വസംഹിത എന്ന നിലയിൽ ഖുർആൻ നിലകൊള്ളുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകൾ അതിൻ്റെ പ്രാവർത്തിക രൂപം, അതിൻ്റെ പ്രാക്ടിക്കൽ വശമായി നാം കാണുന്നു. ഇത് രണ്ടിനെയും അനുഗമിച്ചുകൊണ്ട്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളെയും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെയും അനുഗമിച്ച് നടക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ പൂർണ്ണമായൊരു മുസ്ലിമായി തീരുന്നത്. ഖിയാമത്ത് വരേക്കും ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും പരിശുദ്ധ ഖുർആനും മനുഷ്യനെ വഴികാട്ടിയാണെന്ന് വിശുദ്ധ ഖുർആൻ സിദ്ധാന്തിക്കുന്നു. അതിനെക്കുറിച്ച് ഖുർആൻ ഒരിടത്ത് പറയുന്നത്, ഖുൽ ഹാദിഹി സബീലി, ഇത് ആണ് എൻ്റെ ഋജുവായിട്ടുള്ള മാർഗം, ഫത്തബിഊഹു, നിങ്ങൾ അതിനെ, മുസ്തഖീമ, ഇത് നേരായിട്ടുള്ള മാർഗമാണ്, ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിൻപറ്റുക, വലാ തത്തബിഉ സുബുല, ഭിന്ന മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്, ഫതഫറഖ ബികും അൻ സബീലിഹി, അങ്ങനെയാണെങ്കിൽ അവന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ മാർഗഭ്രംശം സംഭവിച്ച് നിങ്ങൾ മാറിപ്പോകും, നിങ്ങൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീനുൽ ഇസ്ലാമിനെ പിൻപറ്റുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുമ്പോൾ മറ്റു മാർഗങ്ങളെ പിൻപറ്റരുത് എന്നുകൂടി അതിന്റെ കൂട്ടത്തിൽ ഉപദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ മറ്റു മാർഗങ്ങളെ പിൻപറ്റാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഒരു കാര്യം അള്ളാഹുവോട് ഉണർത്തുക കൂടി ചെയ്തു. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിനെ പിൻപറ്റുന്നവരാണ് എന്ന് ഓരോ മുസ്ലിങ്ങളും വാദിക്കുന്നു. വളരെ വീരോടും വാശിയോടും കൂടി ഞങ്ങളാണ് പിൻപറ്റുന്നവരെന്ന് വാദിക്കുന്നു. മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനുൽ ഇസ്ലാമിനെയും പരിശുദ്ധ ഖുർആൻ അധ്യാപനങ്ങളെയും നിലനിർത്തുന്നതിന് വേണ്ടിയും അതിനെ ജനങ്ങളുടെ ഇടയിൽ സംസ്ഥാപനം ചെയ്ത് അതിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് തങ്ങൾ നിലകൊള്ളുന്നത് എന്നാണ് ഓരോ മുസ്ലിം കക്ഷികളുടെയും അഭിപ്രായം. എന്നാൽ അങ്ങനെ വ്യത്യസ്ത കക്ഷികളിലായി കാണുന്ന മുസ്ലിങ്ങളിൽ ഏതാണ് മുസ്ലിം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ദുർഘട സന്ധിയിലാണ് ഇന്നൊരു പാമര മുസ്ലിം നിൽക്കുന്നത്. ഇങ്ങനെ കക്ഷി പ്രതികക്ഷികളായി പിരിയുന്ന ഒരു ഘട്ടം ദീനുൽ ഇസ്ലാം സമ്പൂർണ്ണം. ഇതിനെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഖുർആനിൽ എന്തെല്ലാം സൂചനകളാണ് എന്ന് മത്സരം ഒന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നും, അതിനെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും, വിശുദ്ധ ഖുർആൻ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്നും മൗലവി ഒന്ന് വ്യക്തമാക്കി കൊടുത്താൽ നല്ലതായിരിക്കും. തീർച്ചയായും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തന്നെ പറയുന്നുണ്ട്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉ സുബല ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്വാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ. തീർച്ചയായും ഇത് ഈ ചൊവ്വായ മാർഗം, ഇത് എൻ്റെ മാർഗമാണ്, ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിൻപറ്റുക. അള്ളാഹു പറയാണ്, ഇത് ഈ മാർഗം, ഈ ഇസ്ലാമാകുന്ന മാർഗം, ഇത് നേരായ മാർഗമാണ്, അതിനെ നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ സുബല, വ്യത്യസ്ത വഴികൾ നിങ്ങൾ അതിനെ പിൻപറ്റരുത്, ആ ഭാഗത്തൂടെ നിങ്ങൾ പോകരുത്. ഫതഫറഖ ബികും അൻ സബീലി, അങ്ങനെ നിങ്ങൾ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഈ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകും. നിങ്ങൾ അങ്ങനെ തഫ്രീഖില്, അതായത് വിഭിന്ന ചേരികളായി മാറിപ്പോവും, ഛിദ്രതയിലകപ്പെട്ടു പോകും. ദാലികും വസ്വാക്കും ബിഹി, ഇതുകൊണ്ട് അള്ളാഹു വസിയത്ത് ചെയ്യുന്ന, നിങ്ങളോട് കൽപ്പിക്കുന്നത്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി, ഭക്തിയുള്ളവരായി, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള വഴി, അത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഈ സബീൽ എന്ന അതിൽ നിന്നും ഇന്നത്തെ മുസ്ലിം സമൂഹം വളരെയധികം വ്യതിചലിച്ചു പോയിരിക്കുന്നെന്ന് ഇന്നത്തെ സാഹചര്യം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് സംബന്ധമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ താക്കീത് ചെയ്തിട്ടുണ്ട്. എൻ്റെ സമൂഹം ഈ
യഥാർത്ഥ മാർഗം വിട്ടിട്ട് ഈ മുസ്തഖീമായ വഴി വിട്ടുകൊണ്ട് വ്യത്യസ്ത വഴികളിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ അവർ കക്ഷികളും പ്രതികക്ഷികളുമായി പിരിഞ്ഞു പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇവിടെ പുലർന്നുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തതായി ഇത് മിഷ്കാത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു ഹദീസാണ്. വഇന്ന ബനീ ഇസ്രായീല തഫറഖത അലാ സിന്തൈനി വസബ്ഊന മില്ല. തീർച്ചയായും ബനീ ഇസ്രായേൽ സമൂഹം അത് 72 കക്ഷികളായി പിരിയുകയുണ്ടായി. വതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിൻ വസബ്ഊന മില്ല. എന്റെ ഈ സമുദായമുണ്ടല്ലോ 73 കക്ഷികളായി പിരിയും. ബനീ ഇസ്രായേൽ സമുദായം 72 കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സമുദായം 73 ആയി പിരിയും. കുല്ലുഹും ഫിന്നാരി ഇല്ലാ മില്ലത്തൻ വാഹിദ. എല്ലാവരും വഴികേടിലായിരിക്കും, നരകത്തിലായിരിക്കും, അഗ്നിയിലായിരിക്കും. പക്ഷെ ഒരു മില്ലത്ത് ഒഴികെ, ഒരു വിഭാഗം ഒഴികെ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഖാലു മാഹിയ, ആ മില്ലത്ത് ഏതാണ് യാ റസൂലുള്ളാഹ്, ആ ഏത് മില്ലത്താണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ അന അലൈഹി വാ സഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഉള്ള നിലയിൽ ഏതൊരു വിഭാഗമാണോ ആ നിലയിൽ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവർ മാത്രമാണ് യഥാർത്ഥ മോക്ഷപ്രാപ്തിക്ക് അർഹരായിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ തന്നെ നരകത്തിലാണ്, അത് യഥാർത്ഥ വഴിയിൽ നിന്നും വ്യതിചിച്ചവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകി. അപ്പോ ഏതുപോലെ മുൻ സമുദായത്തിൽ 72 കക്ഷികളായി പിരിഞ്ഞു, മുൻ സമുദായത്തെ എടുത്തുകൊണ്ടാണ് അതിനോട് സാദൃശ്യപ്പെടുത്തിയും കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ താക്കീത് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പുലർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുസ്ലിങ്ങളിൽ തന്നെ ഇതര കക്ഷികളായി 73 അതിനേക്കാൾ കൂടുതലായ ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ആ ഹദീസിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ പുലർച്ചയായിട്ട് നമുക്ക് ഇവിടെ കണ്ടുവരുന്നു. അപ്പം 73 കക്ഷികളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് പിരിയും എന്ന് പറയുമ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മുമ്പ് 72 പിരിഞ്ഞ ഇസ്രായേൽ സമുദായത്തെ കുറിച്ച് പറയുന്നു. ഇസ്രായേൽ സമുദായം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ മുമ്പ് വന്ന മൂസാ നബി പ്രവാചകനായി വന്നിരുന്ന, ഈസാ നബി പ്രവാചകനായി വന്നിരുന്ന ആ സമുദായം. അത് യാക്കൂബിന്റെ സന്താനങ്ങളാണ്, 12 സന്താനങ്ങളാണ് ഇസ്രായേൽ മക്കൾ. ആ 12 സന്താനങ്ങളെ ഒരുമിച്ച് ചേർത്ത് പറയുന്ന പദമാണ് ഇസ്രായേൽ എന്നുള്ളത്. അപ്പൊ ഇസ്രായേൽ സന്താനങ്ങൾ, അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്ത്, ജൂതർ 72 പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്റെ ഉമ്മത്ത് 73. അപ്പോൾ ഒരടി കൂടി മുമ്പോട്ട് കയറുന്ന അർത്ഥം. അപ്പോൾ അതെന്തിനാണ് ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറയുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. കാരണം അവരെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചോ അതിവിടെ സംഭവിക്കുമെന്നാണ്. അങ്ങനെ തന്നെ ഒരു ഹദീസും ഉണ്ടെന്ന് തോന്നുന്നു. അതെ, അവരിൽ ഒരുപാട് തിന്മകൾ ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ, സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലുമുള്ള ഹദീസാണ്, ലതത്തബിഉന്ന സുനന മൻ ഖബലക്കും, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തെ പിൻപറ്റുന്നതാണ്. ഷിബ്റൻ ബി ഷിബ്രിൻ വദിറാഅൻ ബി ദിറാഇൻ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തെ നിങ്ങൾ അനുഗമിക്കും, നിങ്ങൾ പിന്തുടരും. ഹത്താ ലൗ ദഖലു ജുഹ്റ ലുബ്ബിൻ, അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ലതബിഅതുമുഹും, നിങ്ങൾ അവരെ പിൻപറ്റുക തന്നെ ചെയ്യും. അപ്പൊ മുൻ സമുദായത്തിൽ അവർ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും, ഏതെല്ലാം തിന്മകൾ അവരിലുണ്ടായിരുന്നുവോ, ഏതെല്ലാം കൊള്ളരുതായ്മ അവരിലുണ്ടായിരുന്നുവോ അതൊക്കെ തന്നെ നിങ്ങളിലും ഉണ്ടാകും. ഒരു ചാണിന് ചാണ് എത്ര കണ്ട് സമാനമാണോ അത്രയും നിങ്ങൾ അവരുമായിട്ട് അനുഗമിക്കുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, ഖീല യാ റസൂലുള്ളാഹ് അൽ യഹൂദു വൻ നസാറ, അത് യഹൂദരും നസാറാക്കളുമാണോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ, പിന്നെ ആരാണ്? യഹൂദി നസാറാക്കളല്ലാതെ പിന്നെ ആരാണ്? അപ്പൊ അവരെ പോലെ തന്നെ എൻ്റെ സമുദായം ആകും. അവരിൽ ഉണ്ടായിരുന്ന എല്ലാവിധ കുഴപ്പങ്ങളും എല്ലാവിധ തിന്മകളും ഈ സമൂഹത്തിൽ ഉടലെടുക്കുന്നതുകൊണ്ടാണ് ഈ 73 കക്ഷികളായി പിരിയുന്ന. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് ഇസ്രായേൽ സമുദായത്തിൽ ഉണ്ടായിരുന്ന എല്ലാ അരുതായ്മകളെയും എല്ലാ തിന്മകളെയും അനുഗമിക്കും. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അവർ അനുഗമിക്കും. അപ്പോ ഈ കാര്യത്തിൽ, തിന്മയുടെ കാര്യത്തിലുള്ള ഒരു അനുകരണത്തെ കുറിച്ച് അവിടെ പറയുകയാണ്. അതേസമയത്ത് എന്റെ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മാന അലൈഹി വസഹബി, ഞാനും എന്റെ സഹാബത്തുമുള്ള നിലയിലുള്ളവർ, നന്മയിൽ അഥവാ സ്വർഗത്തിന് അർഹരായിട്ടുള്ള ആളുകൾ എന്ന നന്മയെ കൂടി കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം പറയുന്നത്, അപ്പൊ ഇസ്രായേൽ സമുദായത്തിനും ഒരു നന്മയുടെ ഒരു വിഭാഗം ഉണ്ടാവില്ല, അവരെ അങ്ങനെ വെറുതെ വിട്ടിട്ടുണ്ടായിരിക്കില്ല. 72 പിരിയുമ്പോൾ അതിൽ നിന്ന് ഒരു കക്ഷി മോക്ഷത്തിന് അർഹരായിട്ടേ ഉണ്ടാവുള്ളൂ. എല്ലാ കക്ഷിക്കും ഒരുമിച്ച് പറയാൻ നിവൃത്തിയില്ല.
സത്യം ഒന്നേ ഉള്ളൂ. അപ്പൊ 72 പിരിയുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി വന്നത് ചരിത്രം പറയുന്നതും ചില ഹദീസുകളിൽ വ്യക്തമായി പറഞ്ഞതും മറ്റു ചില ഹദീസുകളിൽ സൂച്യമായി വന്നിട്ടുള്ളതും വാജ്യമായും സൂച്യമായും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുള്ള ഒരു സംഗതി എന്തെന്ന് വെച്ചാൽ, ബനു ഇസ്രായേൽ ഇത്തരം കക്ഷി പ്രതികക്ഷികളായി പിരിഞ്ഞ് അരുതായ്മകളിൽ അകപ്പെട്ട് എല്ലാ തിന്മകളിലും പൂരിതമായ ഒരു സമുദായമായി മാറുമ്പോൾ അവരെ നന്മയിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയും തൗറാത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയും വന്ന ആളെ നീക്കാൻ വന്നവനെന്ന് നിരൂപിക്കരുത്, നിവർത്തിപ്പാൻ വന്നവനത്രേ. അതായത് തൗറാത്തിനെ റദ്ദ് ചെയ്യാനോ അതിനെ മൻസൂഖ് ചെയ്യാനോ അല്ല, മറിച്ച് അതിനെ നിവർത്തിപ്പാൻ, അതിനെ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാം ആയിരുന്നു. അപ്പൊ മസീഹ് ഇബ്നു മറിയമാണ് അവിടെ അവരെ രക്ഷിച്ചത്. അതായത് 72 കക്ഷികളിൽ മോക്ഷത്തിനർഹമായ ഒരു കക്ഷി മസീഹ് ഇബ്നു മറിയമിനെ അനുഗമിച്ച ക്രൈസ്തവത, ഇന്ന് പറയുന്ന ക്രൈസ്തവതയില്ല, അക്കാലഘട്ടത്തിലുള്ള യഥാർത്ഥ ക്രൈസ്തവതയായിരുന്നു. അതേപോലെ ഒരു സംഗതി ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇനി ഒരു കാര്യം അവിടെ ഉദ്ധരിച്ച ഒരു സമുദായത്തെ പറഞ്ഞ് തന്റെ ഉമ്മത്ത് ഇങ്ങനെ ആകും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും? ആ ഉമ്മത്ത് പോലെ തന്നെ അത് രക്ഷപ്പെട്ടതുപോലെ തന്നെ ഇവിടെയും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഉണ്ടാവും. അല്ലെങ്കിൽ നേരെ ഈ റസൂൽ തിരുമേനിയുടെ താരതമ്യ പഠനം ഒരു തെറ്റായ താരതമ്യ പഠനമായി മാറും. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ അങ്ങനെ മസീഹ് ഇബ്നു മറിയമിനെ കുറിച്ചുള്ള ആഗമനത്തെ കുറിച്ചും പ്രവചനങ്ങളുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്യങ്ങളിൽ മൗലവി നജീബുദ്ദീൻ സാഹിബ് അക്കാര്യം വിവരിക്കുമെന്ന് കരുതുന്നു. അദ്ദേഹം അത് വിവരിക്കട്ടെ. മൂസവി സമുദായത്തിൽ വന്ന മസീഹ് അലൈഹിസ്സലാം യഹൂദി നസ്രാക്കളെ സംശുദ്ധീകരിക്കുന്നതിനായിട്ട് വന്നിട്ടുള്ളതാണ് ഈസാ നബി അലൈഹിസ്സലാം. അതേപോലെ തന്നെ അതിനോട് സദൃശമായിട്ട് വന്ന സാദൃശ്യപ്പെട്ടു വരുന്ന മുഹമ്മദി സമുദായത്തിലെ മുസ്ലിങ്ങൾ, ഇപ്പോൾ പറഞ്ഞതുപോലെ യഹൂദി നസാറാക്കളെ പോലെ ആയിത്തീരുന്ന മുസ്ലിം സമുദായത്തിന് അവരെ സംശുദ്ധീകരിക്കുന്നതിനായിട്ടാണ് മുഹമ്മദി സമുദായത്തിൽ മുഹമ്മദി മസീഹായിട്ട് ഇബ്നു മറിയം ഇറങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഹമ്മദിയ സമൂഹത്തിൽ അവതരിക്കാൻ പോകുന്ന മസീഹിനെ സംബന്ധിച്ച് ഇബ്നു മറിയം ആയിരിക്കുമെന്നും അത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അരുളുകയുണ്ടായി, കൈഫ അൻതും ഇദാ നസല ഇബ്നു മറിയം ഫീക്കും വ ഇമാമക്കും മിൻകും. നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇമാമായിക്കൊണ്ട് ഇബ്നു മറിയം നിങ്ങളിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സ്ഥിതി എത്ര നന്നായിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു നിവേദനത്തിൽ വ അമ്മക്കും മിൻകളിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സ്ഥിതി എത്ര നന്നായിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു നിവേദനത്തിൽ വ അമ്മക്കും മിൻകും നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമാമത്ത് വഹിക്കാനായിട്ട് തന്നെ ഇബ്നു മറിയം നിങ്ങളിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എത്ര നന്നായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വളരെ പകൽ വെളിച്ചം പോലെ തന്നെ നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കൈഫാൻതും ഇദാ നസല ഇബ്നു മറിയം ഫീക്കും ഇമാമക്കും മിൻകും, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാമായി നിങ്ങളിൽ നിന്ന് ഇബ്നു മറിയം നിങ്ങളിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സ്ഥിതി എത്ര നന്നായിരിക്കും. അതിനെക്കുറിച്ച് മുസ്ലിമിൽ വന്ന ഹദീസ് അമ്മക്കും മിൻകും എന്നാണ്. മറ്റത് ആദ്യം പറഞ്ഞ ബുഖാരിയിൽ വന്ന ഹദീസാണ്. മുസ്ലിമിൽ 7 നിവേദനങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ബാബ് നുസൂൽ ഈസ ഇബ്നു മറിയം എന്ന ഒരു അധ്യായം തന്നെ രചിച്ചുകൊണ്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല 70-ലധികം ഹദീസുകൾ സഹീഹായിട്ടുള്ളതാണെന്ന് നിരൂപിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരൊറ്റ റാവിയും കുഴപ്പമില്ലാത്തതെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ അപ്പൊ മസീഹ് ഇബ്നു മറിയം വരും എന്നാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ഉമ്മത്തിനെ 72 കക്ഷികളായി പിരിഞ്ഞപ്പോൾ അവിടെ മൂസാ നബിയുടെ ഉമ്മത്തിൽ വന്നത് മസീഹ് ഇബ്നു മറിയമാണ്. ഈ ഉമ്മത്തിലും വരുന്നത് മസീഹ് ഇബ്നു മറിയമാണ്. അപ്പൊ വളരെ വ്യക്തമായിട്ട് 2 സമുദായങ്ങളുടെ ഒരു താരതമ്യ പഠനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെക്കുറിച്ച് ഖുർആനെ കുറിച്ചിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഖുർആനിലും അങ്ങനെ തന്നെ വരുന്നുണ്ട്. ഖുർആനിൽ വരുന്നത് കമാ അർസൽന ഇലാ ഫിർഔന റസൂലന, സൂറ മുസമ്മിലിലെ 73-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ വചനത്തിൽ സൂറ മുസമ്മിൽ വരുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഫിർഔനിലേക്ക് അയച്ചതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിരിക്കുന്നു. ഫിർഔനിലേക്ക് റസൂലായിട്ട് അയച്ചതുപോലെ താങ്കളെ നാം റസൂലായിട്ട് അയച്ചിരിക്കുന്നു. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറയുന്നു. ഇവിടെ അതിന്റെ അവസാന ഘട്ടത്തിൽ
മസീബിന് മറിയം അവിടെയും വന്നിട്ട് ഇവിടെയും വരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നാൽ ഖുർആനിൽ നിന്ന് ഇങ്ങനെയുള്ള സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഉമ്മത്തിൽ വരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതീതികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെയും ഖുർആനിൽ എവിടെയെങ്കിലും സാദൃശ്യപ്പെടുത്തി പറഞ്ഞായിട്ട് ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. മനസ്സിലായി അക്കാര്യത്തെ ഒന്ന് വിശദീകരിച്ചാൽ നല്ലതായിരിക്കും. അതായത് വരാൻ പോകുന്ന ഈസബിന് മറിയം അദ്ദേഹത്തിലൂടെയാണ് ഇവിടെ നന്മ സ്ഥാപിക്കപ്പെടുക എന്ന് വളരെ വ്യക്തമായും ഖുർആനിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം അള്ളാഹു പറഞ്ഞു, ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖി ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അവൻ അഥവാ അള്ളാഹു ആണ് അവൻ്റെ ദൂതനെ സന്മാർഗവുമായി നിയോഗിച്ചിരിക്കുന്നത്. വദീനുൽ ഹഖി വ്യക്തമായ ആ ദീനിനെ യഥാർത്ഥ സത്യദീനുമായും കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ നിയോഗിച്ചവനാണ് അള്ളാഹു. അതെന്തിനാന്ന് പറഞ്ഞാൽ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, എല്ലാ മതത്തെക്കാളും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെക്കാളും അള്ളാഹു ഇഷ്ടപ്പെട്ട അവൻ്റെ ദീനിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമെന്ന് അള്ളാഹു വ്യക്തമായും പറയുന്നു. ഈ ആയത്തിനെ വിവരിച്ചുകൊണ്ട് പല മുഫസ്സിരിങ്ങളും വ്യാഖ്യാതാക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് വദാലിക ഇൻദ നുസൂൽ ഈസബിന് മറിയം, അത് ഈസബിന് മറിയമിൻ്റെ ആഗമന കാലത്താണ് തീർച്ചയായും ഈ ഉമ്മത്തിൻ്റെ വിജയം ഉണ്ടാകുക. ഈ ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിജയം മറ്റുള്ള മതങ്ങളെയൊക്കെ തന്നെ അതിജയിക്കുന്നത് ഈസബിന് മറിയമിൻ്റെ കാലഘട്ടത്തിലായിരിക്കുമെന്ന് ഇതിന് വ്യാഖ്യാതാക്കൾ അർത്ഥം നൽകിയിട്ടുണ്ട്. സൂറത്തു സഫിലെ, അതായത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫിൽ പ്രയുക്തമായ ഒരായത്താണ് നമ്മൾ പരാമർശിച്ച സൂറത്തു തൗബയിൽ ഇതേപോലുള്ള ഒരായത്ത് വരുന്നത്. അവൻ തന്നെയാണ് തൻ്റെ സത്യമതവും സന്മാർഗവുമായിട്ട് തൻ്റെ ദൂതനെ അയച്ചിട്ടുള്ളത്. മറ്റെല്ലാ പ്രത്യയശാസ്ത്രങ്ങളിന്മേലും അതിനെ അതിജയിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ദീനിൻ്റെ എല്ലാ തലങ്ങളിലെയും ദീനിനെ അതിജയിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിജയിപ്പിക്കേണ്ടി വരുന്നത് ആരാണ് എന്നതിനെ കുറിച്ചുള്ള മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം ദാലിക ഇൻദ നുസൂൽ ഈസബിന് മറിയം, അത് ഈസബിന് മറിയമിന്റെ ആഗമന കാലഘട്ടത്തിലാണെന്ന്. പക്ഷെ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഈ താരതമ്യ പഠനത്തിലേക്ക് നമ്മൾ എടുക്കും. ഇവിടെ ഇബ്നു മറിയമാണ് വരിക എന്ന് മുഫസ്സിരീങ്ങൾ എടുത്ത് പറയുന്നു ഖുർആന്റെ ആയത്തിൽ. വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ് സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അല്ലാഹു ഈ നിങ്ങൾക്ക് സത്യവിശ്വാസവും സൽക്കർമ്മവും ഉള്ള ആളുകൾക്ക്, സൽക്കർമ്മകാരികളും സത്യവിശ്വാസം കൈക്കൊണ്ടവർക്കും അള്ളാഹു ഖിലാഫത്തിനെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, മുമ്പുള്ളവർക്ക് ഖലീഫമാരാക്കിയതുപോലെയാണ്. അപ്പൊ മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയതുപോലെ ഇവിടെയും നിശ്ചയമായും അള്ളാഹു ഖലീഫമാരാക്കും എന്ന് പറയുമ്പോൾ മൂസാ നബിയുടെ ഉമ്മത്തിൽ അവസാനമായി വന്ന ഖലീഫ ഈസാ നബി, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ അവസാനമായി വരേണ്ട ഖലീഫ, അവസാന കാലഘട്ടത്തിൽ വരേണ്ട ഖലീഫ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീതിയായി വരേണ്ട ആള് മസീബിന് മറിയം. ഫൈന്നഹു ഖലീഫത്തി, അദ്ദേഹം എന്റെ ഖലീഫയായിരിക്കും എന്ന് തന്നെ റസൂൽ തിരുമേനി പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ കാണുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്റെ അവസാനത്തിൽ വരുന്ന മസീബിന് മറിയം, മൂസാ നബിയുടെ ഉമ്മത്തിൽ വരുന്ന മസീബിന് മറിയം, രണ്ട് മസീബിന് മറിയം. മൂസാ നബിയെ പോലെ പ്രവാചകനായി വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റു സമുദായത്തിൽ ആദ്യമായി വന്ന് തൗറാത്തുമായി വന്നിട്ടുള്ള മൂസാ നബി അലൈഹി ഇസ്ലാം. അപ്പൊ രണ്ട് കാര്യങ്ങളും ഒരു ടീച്ചിങ് മെത്തേഡ് അനുസരിച്ചിട്ട് ഉദാഹരണങ്ങൾ എടുത്തു വെച്ച് അറിയാത്ത കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പറയുന്നു. അറബിയിൽ അതിന് പറയാറുള്ളത് അൽ മഅറൂഫു യദുല്ലു ഇലൽ മജ്ഹൂലി എന്നാണ്. അറിയാത്ത കാര്യങ്ങളെ അറിയുന്ന കാര്യങ്ങൾ വെച്ച് നാം പരിചിന്തനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അറിയുന്ന മുൻകാലത്തുള്ള ആ സമുദായത്തെ, മൂസാ നബിയുടെ സമുദായത്തെ എടുത്തു ധരിച്ച് അതേപോലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകുമെന്ന് റസൂൽ തിരുമേനി പറയുമ്പോൾ തിന്മകളും അങ്ങനെ തന്നെ ആ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. തിന്മയുണ്ടാകുമ്പോൾ യഹൂദി നസാറാക്കളെ പോലെ ആയിത്തീരും മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ യഹൂദി നസാറാക്കൾ തിരിച്ചു വന്ന് അവിടെ നിൽക്കുന്നല്ല അർത്ഥം. മരിച്ചുപോയ യഹൂദി നസാറാക്കൾ തിരിച്ചു വരുമെന്നോ അല്ലെങ്കിൽ കുറച്ച് യഹൂദി നസാറാക്കൾ മരിക്കാതെ ഇവിടെ നിൽക്കുന്നുണ്ട് അവരിങ്ങോട്ട് ഇറങ്ങി വരുമെന്നോ അർത്ഥമില്ല. ആ മുസ്ലിങ്ങൾ തന്നെ ജൂത നസാറാക്കളോട് താദാത്മ്യം പുലർത്തിക്കൊണ്ട് അവരനുബന്ധം അനുഗമിച്ചുകൊണ്ട് അവരുടെ മാർഗങ്ങളിൽ ചരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ അവരെ യഹൂദു നസാറ എന്നുള്ള പദം കൊണ്ട് അവരെ സാർത്ഥകമാക്കുന്ന വിധത്തിലായിത്തീരുന്നതാണ്. മറ്റൊരു സംഗതി, അപ്പൊ വരാനിരിക്കുന്ന ഖലീഫയെ കുറിച്ച് പറയുമ്പോഴും ഖുർആൻ എന്ത് പറയുന്നു? കമസ്തഖ്ലഫല്ലദീന എന്ന് പറഞ്ഞു, അവരിൽ ഖലീഫമാരാക്കിയത് പോലെ ഇവിടെ ആക്കുന്നതാണ്. പോലെ എന്ന് പറഞ്ഞാൽ ആ ആളെ തന്നെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. സാദൃശ്യപ്പെടുത്തുന്ന വസ്തുവും സാദൃശ്യപ്പെടുത്തപ്പെടുന്ന വസ്തുവും രണ്ടും ഒന്നാവില്ല. ഉദാഹരണമായിട്ട് നമ്മൾ രണ്ട് പെന്ന് എടുത്തുകൊണ്ട് ഈ പെന്ന് പോലെയാണ് ഇത് എന്ന് പറയുന്നത് രണ്ടും ഒന്നാവില്ല. പോലെ എന്ന് പറയുമ്പോൾ മറ്റൊന്നാണ് വരുന്നത്. അപ്പോ ഖലീഫ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ അവരെ പോലെ എന്ന് പറഞ്ഞത് ഈസബിന് മറിയം അവിടെ വന്നതുപോലെ ഇവിടെയും ഒരു ഈസബിന് മറിയം വരും എന്നുള്ളത് വ്യക്തമായിട്ട് തെളിയുന്നു. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ ഇവിടെ ഉദ്ധരിക്കുന്നതിന് വരേണ്ടത് മസീബിന് മറിയമാണ്. ഇനി ഒരു വാദമുള്ളത് മസീബിന് മറിയം അല്ല, മഹദി ഇമാമും കൂടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. മസീബിന് മറിയം വരുമെന്നുള്ള പ്രവചനങ്ങൾ ഉള്ളത് പോലെ തന്നെ മഹദി ഇമാമും ഉണ്ട്.
ആ കാര്യത്തിൽ മനസ്സിലാക്കാനുള്ള കാര്യം മഹദിയും മസീഹും ഒന്നാണോ രണ്ടാണോ എന്നുള്ള ചർച്ച ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ട്. അല്ലാമ നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ സാർ ഭോപ്പാലവി ഹദരത്ത് അല്ലാമ നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ സാഹിബ്, അതായത് മുജാഹിദികളുടെ അനുഷേധ നേതാവായ സിദ്ദീഖ് ഹസൻ ഖാൻ സാഹിബ് ഹുജ്ജത്തുൽ കിറാമ എന്ന ഗ്രന്ഥത്തിൽ ഓരോ നൂറ്റാണ്ടിന്റെ തലത്തിലും മുജദ്ദിദീങ്ങൾ വരും എന്ന് പറയുമ്പോൾ ഈ അവസാനം 14ാമത്തെ നൂറ്റാണ്ടിൽ വരേണ്ട മുജദ്ദിദ് മഹദി ആയിരിക്കും അല്ലെങ്കിൽ മസീഹായിരിക്കും എന്നാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഈ രണ്ട് ചർച്ചകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഏതായാലും ആ വരുന്ന ആളായിരിക്കും എന്ന് വ്യക്തമായിട്ട് പറയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തെ മഹദിയും മസീഹും വരും എന്നുള്ള രണ്ട് കാര്യത്തെയും മഹദിയും മസീഹും ഒന്നാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യം ഹദീസുകളിൽ നിവേദനം ചെയ്തിട്ടുണ്ട്. ആ ഹദീസുകളെ ഒന്ന് ഉദ്ധരിച്ചാൽ അത് വ്യക്തമാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അരുളുകയുണ്ടായി, യൂഷിക്കു മൻ ആശ മിൻകും അൻ യൽഖാ ഈസ ഇബ്ന മറിയമ ഇമാമൻ മഹ്ദിയൻ. അതായത് നിങ്ങളിൽ ഏതൊരാൾ ജീവിച്ചിരിക്കുന്നുവോ അവൻ ഈസ ഇബ്നു മറിയമിനെ ഇമാം മഹദി ആയിക്കൊണ്ട് കാണുന്നതാണ്. അതായത് മുസ്ലിം സമുദായത്തിന് പറ്റിയേക്കുന്ന ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ എന്നുള്ളത് ഇമാം മഹദി ഒന്നും മസീഹ് ഒന്നും രണ്ടും രണ്ടാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വരാൻ പോകുന്ന ഇമാം മഹദിയും മസീഹും ഒരാൾ തന്നെ ആയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ ഹദീസുകളിൽ നിന്നും വളരെ വ്യക്തമായിട്ട് പ്രകടമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു നിവേദനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞതായിട്ട് ലൽ മഹദിയു ഇല്ലാ ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയം അല്ലാതെ വേറെ ഒരു മഹദിയില്ല. അപ്പോൾ മുസ്ലിം ഉമ്മത്തിൽ വരാനിരിക്കുന്ന ആൾ ഇമാം മഹദിയും മസീഹും ഒരാൾ തന്നെ ആയിരിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ മുസ്തദ് അഹ്മദ് ബിൻ ഹംബലിൽ വന്ന ഹദീസാണ് യൂഷിക്കു മന്നാഷമിൻകോ യൽഖാ ഈസ ഇബ്നു മറിയം എന്നുള്ള ഹദീസ്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ മഹദിമാമായിക്കൊണ്ട് മസീഹ് ഇബ്നു മറിയമിനെ കാണുമാറാണ്. ഇബ്നു മാജയിൽ സിഹാബ് സിത്തയിലുള്ള ഇബ്നു മാജ എന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ബാബു ശിദ്ദത്തുൽ ഈമാനിൽ വന്ന ഒരു ഹദീസാണ് ലൽ മഹദിയ ഇല്ല ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയം അല്ലാത്തൊരു മഹദിയെ ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ മഹദിയും മസീഹും ഒരാളാണ്. അപ്പോൾ നമ്മൾ ചർച്ചയുടെ മർമ്മം മസീഹിലേക്ക് വെക്കുകയാണെങ്കിൽ മഹദിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ മഹദി മസീഹാണ് വരേണ്ടത് എന്ന കാര്യത്തിൽ മഹദിയും മസീഹുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, രണ്ട് ഗുണനാമങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു അർത്ഥവും പിന്നെ ശങ്കയുമില്ല. അതുകൊണ്ട് അദ്ദേഹം വരുമ്പോഴാണ് ഇസ്ലാമിന്റെ ആഗോള വിജയം ഉണ്ടാകേണ്ടത്. അദ്ദേഹം വരുമ്പോഴാണ് ഇസ്ലാമിന്റെ ആഗോള തലത്തിലുള്ള വിജയം, എല്ലാ പ്രത്യയശാസ്ത്രങ്ങളിലുള്ള അതിജയവും ഇസ്ലാമിനെ നടപ്പിൽ വരുത്തുന്നത്. അതിന് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമ്മക്കും മിൻക്കും എന്നവിടെ പറഞ്ഞിരുന്നു മുസ്ലിം ഹദീസ്, നിങ്ങൾക്ക് ഇമാമത്ത് വഹിച്ചുകൊണ്ട്. അതിന് മുസ്ലിമിൽ തന്നെ നൽകിയിട്ടുള്ളത് അമ്മക്കും ബി കിതാബി റബ്ബിക്കും അസ്സവജല്ല ബി സുന്നത്തി നബിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തും വിശുദ്ധ ഖുർആനും അനുസരിച്ച് ഇമാമത്ത് വഹിക്കുന്ന ആളാണ്. അപ്പൊ ഖുർആനും സുന്നത്തും ഇവിടെ നടപ്പിൽ വരുത്തുന്നതിനും അതിനെ ലോകത്ത് അതിജയിപ്പിക്കുന്നതിനുമാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് എന്ന് ഏത് പ്രസ്ഥാനങ്ങൾ എങ്ങനെ വാദിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരമേൽപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിയുന്നത് അത് മസീഹ് ഇബ്നു മറിയമിന്റെ ആഗമനത്തോടു കൂടിയാണ് സംഭവിക്കുക എന്നാണ്. ഇപ്പൊ മസീഹ് ഇബ്നു മറിയം ഇവിടെ വന്നിരിക്കട്ടെ, അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത എന്താണ്? ഈ ഖുർആനും സുന്നത്തും ഇവിടെ നിലനാട്ടുക എന്നുള്ളതാണ്. അതായത് ഇവിടെ പിന്നെ സ്ഥാപിക്കുക എന്നുള്ളതാണ്, അത് സംസ്ഥാപനം ചെയ്യുക എന്നുള്ളതാണ്. യുഹിദ്ദീന വയുഖീമു ശരിയ, ദീനിനെ പുനഃസ്ഥാപിക്കുകയും ശരീഅത്തിനെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുകയാണ് തന്റെ ഉദ്ദേശം എന്നുള്ളതും ഗ്രന്ഥങ്ങളിൽ നാം എഴുതി കാണുന്നു. അപ്പൊ ദീനിനെ നിലനിർത്തുന്നതിന് വേണ്ടി വരുന്ന ആള് ഈസാ നബി, ദീനിനെ അതിജയിപ്പിക്കുന്നതിന് വരുന്ന ആളും ഈസാ നബി. അപ്പൊ ഈസാ നബി അങ്ങനെ വന്നിറങ്ങിയാൽ ഈ കംപ്ലീറ്റ് പ്രസ്ഥാനങ്ങളും ന്യൂട്രൽ ആവേണ്ടി വരും. കാരണം അള്ളാഹുവിന്റെ ഒരു സംവിധാനം അവിടെ ഉണ്ടാവുന്നതോട് പിന്നെ പ്രസ്ഥാനത്തിനോട് നിലനിൽപ്പില്ല. അല്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം? വരുന്ന ഈസാ നബിയെ എതിർത്തുകൊണ്ട് കാഫിറായി മാറും. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. എത്തുകയാണെങ്കിലോ അവരെല്ലാവരും ന്യൂട്രലായി ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കേണ്ട ഒരവസ്ഥയാണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ പരിശോധിക്കാനുള്ളത്, ഈസാ ഇബ്നു മറിയമിന്റെ ആഗമനമല്ലാതെ മറ്റൊരു മാർഗവും ഇസ്ലാമിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. സ്ഥാപനവൽകൃത ഇസ്ലാമുകൾ ഉണ്ടാവുമെന്നോ, പണ്ഡിതന്മാരുടെ സഭകൾ ഉണ്ടാകുമെന്നോ, യത്തീംഖാനകൾ സ്ഥാപിക്കുമെന്നോ, മദ്രസകൾ കൊണ്ടാടുമെന്നോ, മറ്റുള്ള കാര്യങ്ങൾ നബിദിനങ്ങൾ നടത്തുമെന്നോ, മറ്റു യാതൊരു കാര്യങ്ങളെ കുറിച്ചും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ ഒരു സിംഗിൾ എവിഡൻസ്, ഒരു ചെറിയ ഒരു തെളിവ് പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. ഇന്നത്തെ ആളുകൾ ഈ ഓരോ മതവിഭാഗക്കാരും ചെയ്യുന്നത് പോലെ ഇങ്ങനെയുള്ള ഇതിലൂടെയാണ് ഇസ്ലാമിനെ വിജയിപ്പിക്കുക എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിലും ഇല്ല, അതുപോലെ തന്നെ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല.
ഇത് ഇന്നിപ്പോൾ ഇസ്ലാമിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഓരോരോ ഗ്രൂപ്പുകളായും കൊണ്ട് പരസ്പരം സ്ഥാപനം ഉണ്ടാക്കിയും കൊണ്ടും സമ്മേളനങ്ങൾ നടത്തിയും കൊണ്ടും ഒരു കൂട്ടർ നടത്തി പോകുമ്പോൾ മറ്റൊരു കൂട്ടർ വന്നിട്ട് അതേ സ്റ്റേജ് തന്നെ ഉപയോഗിക്കുക. ഒരു കൂട്ടർ പ്രസംഗിച്ച് കഴിഞ്ഞാൽ അതിന് മറുപടിയായി മറ്റൊരു കൂട്ടർ പറയുക. ഇങ്ങനെ ഈ രൂപത്തിലാണ് ഇസ്ലാമിൻ്റെ വിജയം ഉണ്ടാകുക എന്ന് ഒരിക്കലും എവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അള്ളാഹു ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുള്ളതും മസീബിനും അള്ളാഹുവിൽ നിന്നൊരാൾ വന്നുകൊണ്ട് ദൈവികമായൊരു സംവിധാനമാണ് ഉണ്ടാകുന്നത്. ഒരു വൃക്ഷം, ഒരു ചെടി, അത് അങ്ങേയറ്റം ഉണങ്ങി അത് ശുഷ്കിച്ച് വാടി കരിഞ്ഞു പോകുമ്പോഴേ അതിന് വെള്ളം ഒഴിച്ചാലേ ശരിയാവുള്ളൂ. ഇവിടെ യഥാർത്ഥത്തിൽ മതപരമായിട്ട് ഇങ്ങനെ ഒരു ജീർണത സംഭവിക്കുമ്പോൾ എലമോ അന്നല്ലാഹ യുഹീൽ അർള ബഅദ മൗതിഹ എന്ന് സൂറത്തുൽ ഹദീദിൽ അല്ലാഹു പറയുന്നു. നിർജീവമായി പോകുന്ന ആ ഭൂമിയെ, അതായത് മതലോകത്തെ പുനരുജ്ജീവിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും പറയുന്നത് ഒരു ദൈവിക സംവിധാനത്തിലൂടെയാണ് ഇതിന്റെ പുനരുജ്ജീവനം എന്നാണ്. ഇനി നമുക്കിവിടെ അറിയാനുള്ളൊരു സംഗതി, നമ്മുടെ പ്രേക്ഷകരും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിൽ വരാവുന്ന ഒരു സംഗതി, ഈസാ ഇബ്നു മറിയം വരുമെന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുമ്പോൾ അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഈസാ നബി ആണോ, അതോ അതിന് ഈസാ ഇബ്നു മറിയം എന്ന് പറയുന്നത് വേറെ വല്ല ആളുകളുമാണോ എന്നുള്ള കാര്യമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഈസാ നബി ആണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ എളുപ്പമുണ്ട്. കാരണം ഖുർആനിൽ അദ്ദേഹത്തെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാലോചിച്ചാൽ മതി. വളരെ വ്യക്തമായിട്ട് മറ്റു പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് മൂസാ നബിയെ കുറിച്ചാണ് ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഈസാ നബിയെ കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈസാ ഇബ്നു മറിയം എന്താണ്, ഏത് വിധത്തിലാണ്, എവിടെയാണുള്ളത്, അദ്ദേഹം തിരിച്ചു വരുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഖുർആന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ വളരെ ഈസി, വളരെ ലളിതമാണ്. അതുകൊണ്ട് ഖുർആനിൽ ഈസാ ഇബ്നു മറിയമിനെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം താങ്കളൊന്ന് വിശദീകരിച്ചാൽ നല്ലതാണ്. ഈസാ ഇബ്നു മറിയം ഹസ്രത്ത് ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹം വന്നുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാമിനെ വിജയിപ്പിക്കുക. അതായത് 2000 വർഷം മുമ്പ് ബനി ഇസ്രായേൽ സമുദായത്തിൽ വന്ന ഈസാ നബീനെയാണ് ഇന്ന് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആകാശത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്, അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഇവിടെ ഇസ്ലാമിനെ വിജയിപ്പിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായും പറയുന്ന കാര്യമാണ് ഈസാ നബി അലൈഹി സ്വലാം ബനി ഇസ്രായേൽ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം വഫാത്തായി പോയിരിക്കുന്നു, മരിച്ചു പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതുപോലെ വേറൊരു പ്രവാചകന്റെ മരണത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. അത്രയും കണ്ട് വളരെ വ്യക്തമായിട്ടും വിശുദ്ധ ഖുർആൻ ആ കാര്യം എടുത്തു പറയുന്നു. സൂറത്തുൽ മാഇദയിലെ 116, 117 ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, വഇദ് ഖാലല്ലാഹു യാ ഈസാ ഇബ്നു മറിയമ അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ് ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്ൻ ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ് മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അൻ അഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. സൂറത്തുൽ മാഇദയിലെ 116, 117 ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, വഇദ് ഖാലല്ലാഹു യാ ഈസാ ഇബ്നു മറിയമ അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ് ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്ൻ ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ് മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അൻ അഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അല്ലാഹു ഈസാ ഇബ്നു മറിയമിനെ വിചാരണ ചെയ്യുന്ന, മഹ്ശറയിൽ വിചാരണ ചെയ്യുന്ന രംഗമാണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്. അവിടെ വെച്ച് അല്ലാഹു ഈസാ ഇബ്നു മറിയമിനോട് ചോദിക്കുന്നു, അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, നീ ജനങ്ങളോട് എന്നെയും എൻ്റെ മാതാവിനെയും അള്ളാഹുവിനെ കൂടാതെ 2 ഇലാഹുകളായി ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. അപ്പോൾ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം അവിടുന്ന് പറയുന്നു, സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്ൻ, നീ എത്ര പരിശുദ്ധനാണ് നാഥ, എനിക്ക് അവകാശമില്ലാത്ത ഒരു കാര്യം ഞാൻ പറയുകയോ, ഇൻകുന്തു ഖുൽതുഹു ഫഖദ് അലിംത, ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെയും എൻ്റെ മാതാവിനെയും ഇലാഹായി ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ അറിയുന്നതാണ്. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക, തീർച്ചയായും നീ എൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെല്ലാം നല്ലപോലെ അറിയുന്നവനാണ്. വലാ അഅലമു മാ ഫീ നഫ്സിക, നിന്റെ ഹൃദയത്തിലുള്ള നിന്റെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ അറിയുന്നവനല്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, എല്ലാ അദൃശ്യമായ കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും അറിയുന്നവൻ നീ മാത്രമാണ്. എന്നാൽ മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബി,
ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് നീ കൽപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ്. അള്ളാഹു നീ എന്തൊരു കാര്യമാണോ എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളല്ലാതെ ഞാൻ ആൾക്കാരോട് പറഞ്ഞിട്ടില്ല. അതായത് അനേബുദുല്ലാഹ റബ്ബി വറബ്ബക്കും, എന്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിരുന്നുള്ളൂ. വകുന്തു അലൈഹിം ഷഹീദൻ, ഈ കാര്യത്തിന് ഞാൻ സാക്ഷിയായിരുന്നു. മാ ദുംതു ഫീഹിം, ഞാൻ ആ സമൂഹത്തിൽ എപ്പോഴെല്ലാം ഉണ്ടായിരുന്നുവോ, എത്ര കാലം വരെ ഉണ്ടായിരുന്നുവോ ഞാൻ അതിന് സാക്ഷിയായിരുന്നു. ഫലമ്മാ തൗഫൈതനി, നീ അങ്ങനെ എന്നെ മരിപ്പിച്ചപ്പോൾ, കുന്ത അന്തർ റഖീബ അലൈഹിം, നീ തന്നെ അവരുടെ മേൽ സാക്ഷിയാണ്, മേൽനോട്ടക്കാരനാണ്. വാന്ത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, തീർച്ചയായും നീ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാകുന്നു. അപ്പൊ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം അവരോട് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. അതിന് അദ്ദേഹം സാക്ഷിയായിരുന്നു. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷമാണ്, മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ സമൂഹം അദ്ദേഹത്തെ ആരാധിച്ച് തുടങ്ങിയതെന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ നമുക്ക് ഉദ്ധരിച്ച 2 ആയത്തുകളാണ്. ഈ ആയത്തിലുള്ളത് ഈസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യവും അതിന് ഈസാ നബി നൽകുന്ന ഒരു ഉത്തരവുമാണ്. ആ രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു സംഭവമാണ് ഉണ്ടാവുന്നത്. ഈസാ നബിയോട് ചോദിക്കുന്നത് നിന്നെയും നിന്റെ മാതാവിനെയും നീയാണോ 2 ആരാധ്യരായി പൊയ് ദൈവങ്ങളായി വെക്കാൻ വേണ്ടി പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച്, ഏകദൈവ ആരാധനയെക്കുറിച്ചാണ് അവരോട് പ്രബോധിച്ചത്. ഈ കാര്യത്തിൽ ഏകദൈവ ആരാധനയിലാണ് അവർ നിലകൊണ്ടത് എന്നതിന് കുന്തു അലൈഹിം ഷഹീദ മാ ദുംതു ഫീഹിം, ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന കാലം അത്രയും ഞാൻ സാക്ഷിയാണ്. ഞാനവിടെ ഉണ്ടാകുമ്പോൾ അവർക്ക് അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു എന്നതിന് ഞാൻ സാക്ഷിയാണ്. ഫലമ തൗഫൈത്തിന് എന്നെ നീ മരിപ്പിച്ചപ്പോൾ കുന്താൻ റഖീബ അലൈഹിം, നീയാണ് അവരുടെ മേൽനോട്ടക്കാരൻ. അപ്പൊ ഈസാ നബിയുടെ 2 കാലത്തെക്കുറിച്ച് ഈസാ നബി പറയുന്നു. തൻ്റെ ജീവിതകാലം, തൻ്റെ മരണത്തിന് ശേഷമുള്ള കാലം. ജീവിതകാലത്ത് ക്രിസ്ത്യാനികൾ വഴിതെറ്റിയിട്ടില്ല. 2ാമത്തെ കാലത്തിന്റെ ഇടയിലുള്ള വരമ്പ് എന്താണ്? എന്നെ നീ മരിപ്പിച്ചപ്പോൾ എന്നാണ്. മരിപ്പിച്ചതിന് ശേഷം അള്ളാഹുവാണ് സാക്ഷി, ഈസാ നബി സാക്ഷിയല്ല. അപ്പൊ ഈസാ നബി 2ാമത് ഇങ്ങോട്ട് വന്നിട്ട് പിന്നീടാണ് മരിക്കുന്നതെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ തന്നെയും പിന്നീട് വരുമ്പോൾ ക്രിസ്ത്യാനികളെ കാണുന്നുണ്ട്. തന്നെയും തന്നെ മാതാവിനെയും 2 ദൈവങ്ങളായി ആരാധിക്കുന്ന ക്രിസ്ത്യാനികളെ കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നോ അല്ലെ ഞാൻ സാക്ഷിയല്ല എന്നോ പറയാൻ നിവൃത്തിയില്ല. അപ്പൊ അത് കളവായിട്ട് വരും, അതൊരിക്കലും ഉണ്ടാവില്ല. ഈസാ നബി 2ാമതും കൂടി തിരിച്ചു വരാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണ് ഈ ഖുർആനിലെ ആയത്തിന്റെ പ്രയോഗം. വളരെ വ്യക്തമായിട്ട് ക്രിസ്ത്യാനികൾ വഴിതെറ്റിയ കാലത്തിന് മുമ്പ് തന്റെ വഫാത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹു ഹുവൽ മസീഹ് ഇബ്നു മറിയം, മസീഹ് ഇബ്നു മറിയമാണ് അള്ളാഹു എന്ന് പറഞ്ഞ ആളുകൾ നിഷേധികളാണെന്ന് ഖുർആൻ ഇറങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ ഈസാ നബി അലൈഹി സ്വലാമിന്റെ വഫാത്ത് നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ഇത് നമ്മൾ പറയുമ്പോൾ ഇതിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ തഫ്സീർ അല്ലെ തഫ്സീറിന്റെ കിതാബുകളിൽ ആയത്തിന് എന്ത് വ്യാഖ്യാനമാണ് കൊടുത്തിട്ടുള്ളതെന്ന് ചോദിക്കും. വേറെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ളൊരു സംഭവം ഇത് തവഫ ഫലമാ തവഫൈത്തിനി എന്ന് പറഞ്ഞു, എന്നെ നീ മരിപ്പിച്ചപ്പോൾ. അതിനൊരു മുഫസ്സിർ പറഞ്ഞു എന്നെ നീ തിരിച്ചു വിളിച്ചപ്പോൾ എന്നാണ്. മൗദൂദി സാഹിബ് പറയുന്നത് എന്നെ നീ തിരിച്ചു വിളിച്ചപ്പോൾ, റീക്കാളാണ്. സ്ഥാപകനായ മൗദൂദി പറയുന്നതാണ് എന്നെ നീ തിരിച്ചു വിളിച്ചപ്പോൾ. അപ്പൊ രസം പിന്നെ വേറൊരാൾ പറയുന്നത് എന്നെ നീ പൂർണ്ണമായി ഏറ്റെടുത്തപ്പോൾ എന്നാണ്. വേറൊരാൾ തഫ്സീറിൽ പറയുന്നത് വാനലോകത്തിലേക്ക് ഉയർത്തൽ കൊണ്ട് എന്നെ നീ തിരിച്ച് പൂർണ്ണമായി ഏറ്റെടുത്തപ്പോൾ. പൂർണ്ണമായി ഏറ്റെടുത്തപ്പോൾ എന്ന് പറയുന്നത് മുജാഹിദീങ്ങള്, സുന്നികളാണ് പറയുന്നത് വാനലോകത്തിൽ ഉയർത്തൽ കൊണ്ടെന്ന്. അപ്പോ ഫലമാ തൗഫീഖിനുള്ള ഒരു വാക്കാണ്. അതിന് ഇപ്പൊ ഖുർആൻ പരിഭാഷകളിൽ ഇറങ്ങിയതിൽ 8 പരിഭാഷകളിൽ 8 അർത്ഥങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒറിജിനൽ അർത്ഥം തരാൻ വേണ്ടി നമ്മൾ മറ്റ് തവഫകളെ നോക്കേണ്ടി വരും. അതിനു മുമ്പ് നമുക്ക് നോക്കാനുള്ളത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തവഫക്ക് ഒരർത്ഥം നൽകിയിട്ടുണ്ടാവുമല്ലോ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആ അർത്ഥം എന്താണ്? ഫലമാ തവഫത്തിനേക്ക് ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വ്യാഖ്യാനം എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ ബാക്കി തവഫത്തിനേക്ക് ആരെങ്കിലും എന്തെങ്കിലും അർത്ഥം കൊടുത്തോട്ടെ, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീർ കിട്ടും. അപ്പൊ അതെന്താണെന്ന് സഖാവിസ്വന്ന് പറഞ്ഞാൽ നല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ ആയത്ത് തന്നെ ഈ ആയത്തിനുള്ള വിശദീകരണമായിട്ടാണ് നൽകിയിട്ടുള്ളത്. കാരണം സഹീഹുൽ ബുഖാരിയിൽ കിതാബ് തഫ്സീർ, അതായത് വിശുദ്ധ ഖുർആന്റെ തഫ്സീർ പറയുന്ന ആ ഭാഗത്തിൽ തന്നെ സൂറത്തുൽ മാഇദയുടെ നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അതേ വിശദീകരണത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഈ ഹദീസിനെ എടുത്തു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്നഹു യുജാഉ ബിരിജാലിൻ മിൻ ഉമ്മത്തി ഫയൂഖദു ബിഹിം ദാത്ത ശിമാലി, അതായത് മഹ്ശറയിൽ വെച്ചുകൊണ്ട് എൻ്റെ
ഉമ്മത്തിൽ നിന്നുള്ള, എൻ്റെ സമുദായത്തിൽ നിന്നുള്ള ചില ആളുകളെ ഇടതുഭാഗത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, നരകത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ കാണുന്നു. ഫാഖൂലു ഉസൈഹാബി, ഞാനപ്പോൾ പറയും, ഇതെന്റെ സഹാബികളാണല്ലോ, ഇതെന്റെ അനുയായികളാണല്ലോ, ഇവരെങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത്, എന്തിനാണ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ചോദിക്കും. ഫയുഖാലു ഇന്നക ലാ തദ്രി മാ ഹദസു ബഅദക, അപ്പോൾ എന്നോട് അവിടുന്ന് പറയപ്പെടുന്നത്, നിന്റെ ശേഷം, ഇന്നക ലാ തദ്രി മാ ഹദസു ബഅദക, നിന്റെ ശേഷം ഇവര് പുതുതായി എന്തെല്ലാം കാര്യങ്ങളാണ് നിന്റെ മതത്തിലേക്ക്, നിന്റെ അധ്യാപനങ്ങളിലേക്ക് കടത്തിക്കൂട്ടിയതെന്നുള്ള കാര്യം നീ അറിയുകയില്ല. മുന്ത് ഫാറഖ്തഹും, നീ അവരെ പിരിഞ്ഞതിന് ശേഷം, നീ എപ്പോഴാണോ അവരെ പിരിഞ്ഞതെങ്കിൽ ആ പിരിഞ്ഞതിന് ശേഷം അവര് പുതുതായി എന്തെല്ലാം കാര്യങ്ങളാണ് നിന്റെ അധ്യാപനത്തിലേക്ക്, പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയതെന്ന് നിനക്ക് അറിയുകയില്ല. അപ്പോൾ ഞാൻ പറയും, ഫഅഖൂലു കമാ ഖാല അബ്ദുസ് സാലിഹ് കുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി കുന്ത അൻദർ റഖീബ അലൈഹിം വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, ഞാൻ അപ്പോൾ അള്ളാഹുവിന്റെ സൽദാസൻ പറഞ്ഞ അതുപോലെ തന്നെ ഞാൻ പറയുന്നതാണ്, കുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ഉണ്ടായിരുന്ന കാലമത്രയും ഞാൻ അതിന് സാക്ഷിയായിരുന്നു. അവർ ഞാൻ പറഞ്ഞ അധ്യാപനം അനുസരിച്ച് തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഞാൻ സാക്ഷിയാണ്. ഫലമ്മാ തവഫൈതനി, അങ്ങനെ നീ എന്നെ മരിപ്പിച്ചപ്പോൾ, കുന്ത അൻദർ റഖീബ അലൈഹിം, നീ തന്നെ അവരുടെ മേൽനോട്ടക്കാരനായിരുന്നു. വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണ്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇവിടെ പറയുന്നത്. ഏതുവരെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ സമുദായം വ്യതിചലിച്ചു പോയപ്പോൾ അത് ഞാൻ അറിഞ്ഞിരുന്നില്ല, എന്റെ ഭരണശേഷമാണ് അത് സംഭവിച്ചത്, ഈസാ നബി പറഞ്ഞ അതേ വാക്ക് തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ വാക്ക് തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പൊ വളരെ വ്യക്തമാണ്, അള്ളാഹു ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ തൻ്റെ സമുദായത്തെക്കുറിച്ച് വിചാരണ നടത്തുമ്പോൾ അവരുടെ നിലപാടിനെ കുറിച്ചും തൻ്റെ നിലപാടിനെ കുറിച്ചും ഈസാ നബി പറഞ്ഞ ഒരു കാര്യം നമ്മളോട് ഉദ്ധരിച്ച് പറയുന്നു. അവിടെ പറയുന്നത്, എൻ്റെ സമുദായം വഴിതെറ്റിയത് എനിക്കറിയില്ല, ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന കാലമത്രയും വഴിതെറ്റിയിട്ടില്ല. ഇതേപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്ത് വഴിതെറ്റിയതിനെ കുറിച്ച് അള്ളാഹുവിന്റെ തിരുമുമ്പിൽ ബോധിപ്പിക്കുന്ന എന്താണ്, എൻ്റെ സമുദായം വഴിതെറ്റിയത് എനിക്ക് അറിയുന്നില്ല എന്നാണ്. അതേപോലെ തന്നെ അദ്ദേഹം വഴിതെറ്റിപ്പോയ ഈ സമുദായത്തെക്കുറിച്ച് പറയുന്നത്, മുമ്പ് ഈസാ നബി പറഞ്ഞത് എന്താണോ അതിനെ ഉദ്ധരിച്ച് ഞാൻ പറയുന്നത്, വേറെ പുതിയൊരു കാര്യമല്ല. ഈസാ നബി പറഞ്ഞ അതേ വാക്കുകൾ ഉദ്ധരിച്ചിട്ടാണ് ഞാൻ പറയാം. അപ്പൊ ഈസാ നബി പറഞ്ഞ വാക്കിന് എന്താ അർത്ഥമുണ്ടോ ആ അർത്ഥമാണ് ഞാൻ പറയുന്നതിനുള്ളത്. അതല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ തഫ്സീർ എന്താണോ, ഈ വാക്ക് ഈസാ നബി പറയുന്ന വാക്കുകൾക്ക് ഞാൻ പറയുന്ന അർത്ഥം എന്താണോ ആ അർത്ഥത്തിലാണ് ഈസാ നബി അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ രണ്ടിനും ഒരർത്ഥമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഒരു വിധത്തിലുള്ള സംശയത്തിന് വക നൽകാത്ത വിധം ഇമാം ബുഖാരി ഈ കാര്യം വളരെ ഭംഗിയായി നിർവഹിച്ചിരിക്കുകയാണ് ഈ ആയത്തിന്റെ തഫ്സീർ. എങ്ങനെ? ഈ തഫ്സീർ ആണെങ്കിലും ഇബ്നു അബ്ബാസിന്റെ നിവേദനമാണ്, മുഫസ്സിരീങ്ങളിൽ അഗ്രഗണ്യനായ ഇബ്നു അബ്ബാസിന്റെ നിവേദനം. വന്ന തഫ്സീറിന്റെ കിതാബ് ഏതാണ്? അസഹുൽ കുത്തുബി ബാദ കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബിന് ശേഷം ഏറ്റവും പ്രാമാണ്യയോഗ്യമായ കിതാബ്, അത് ബുഖാരി. വന്ന സ്ഥലമോ കിതാബ് തഫ്സീർ, ആയത്ത് അതേ ആയത്ത് അതേ സൂറത്ത്, എന്നിട്ട് പറയുന്നതോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീർ. ഇനി ഇതൊന്നും ഞങ്ങൾക്ക് പോരാ, ഞങ്ങൾ വേറെ ഏതൊരു മുഫസ്സിർ പറഞ്ഞാണ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളോട് പോയി പണി നോക്കാൻ പറയുന്നത് നമുക്ക് നിർത്തിയുള്ളൂ. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തഫ്സീർ എടുക്കൂല, ബുഖാരിയിൽ വന്നത് എടുക്കൂല. പിന്നെ ഇമാം ബുഖാരി ഈ കാര്യം എടുത്ത് അവിടെ തന്നെ ചേർക്കുമ്പോൾ ഇമാം ബുഖാരിയുടെ അഭിപ്രായം അതാണ്. ഏറ്റവും രസകരമായ സംഗതി, ഇമാം ബുഖാരി ഫലമാ തവഫൈതനി എന്നിവിടെ വന്നു. ഈസാ നബിയെ കുറിച്ച് തന്നെ തവഫ വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്, മുത്തവഫീക. അതിന്റെ താഴെ വഖാലബ്നു അബ്ബാസിൻ മുത്തവഫീക മുമീതുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഒരു ഖൗൽ അവിടെ ഉദ്ധരിക്കുകയാണ്, മുത്തവഫീക എന്ന് പറഞ്ഞാൽ മുമീതുക നിന്നെ ഞാൻ മൗത്താക്കി എന്നാണ് അർത്ഥം. അപ്പൊ തവഫക്ക് മൗത്താണ്, മരണമാണ് എന്ന് ഇമാം ബുഖാരി വളരെ സ്പഷ്ടമായി സ്ഥാപിച്ചു കൊണ്ടുവരുന്ന ഒരു സംഗതിയെ അത് റസൂലുള്ളാഹിന്റെ വാക്കുകൾ കൊണ്ട് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിക്കുമ്പോൾ നമ്മൾ അതിനെ അവഗണിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അത്രയും വലിയൊരു തെളിവാണ്. അതിന് തെളിവില്ല. ഒന്നിൽ ഹദീസ് ലൈഫാണ്, അതല്ല. ഹദീസ് പ്രാമാണ്യയോഗ്യമല്ല എന്നുള്ളതിന് വേറെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ വേണം, അതുമല്ല. അപ്പോൾ വളരെ വ്യക്തമായിട്ട് തൻ്റെ ഉമ്മത്തിനെയും മൂസാനബിയുടെ ഈസാനബിയുടെ ഉമ്മത്തിനെയും വെച്ച് വിചാരണ നടത്തുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പാകെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം മരിച്ചു എന്നും ഒരിക്കലും ഇനി ക്രിസ്തീയരെ കാണുന്ന വിധത്തിൽ ഈ ലോകത്തേക്ക് തിരിച്ചു വരികയില്ലെന്നും വളരെ വ്യക്തമായി തെളിയുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തൻ്റെ ഉമ്മത്തിൽ വരുമെന്ന് പറഞ്ഞ ഈസബിനും അറിയാം, വേറൊരാൾ അവനെ നിർത്തിയുള്ളൂ. പക്ഷെ അപ്പോഴേ നമ്മളിപ്പം ഈ കാര്യത്തിലേക്ക് ഞാൻ കടക്കുമ്പോഴേ മറ്റു പ്രസ്ഥാനങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് കൂടി നമ്മളത് പറയേണ്ടത്. ഇപ്പം നമ്മൾ ഈസാ നബിനെ കുറിച്ച് പറയുമ്പോഴേ ഉദാഹരണമായിട്ട് ഈസാ നബി വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, വരട്ടെ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ രണ്ട് ഇട്ടയിലെടുത്തിട്ട് സ്വയം രക്ഷപ്പെടുന്ന ഒരു പരിപാടിയുണ്ട്.
അതിനെക്കുറിച്ച് പറയുമ്പോഴേ ഇവിടെ മുജാഹിദീങ്ങൾ പ്രസിദ്ധീകരിച്ച ഖാദിയാനിസം ജമാഅത്ത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ വിമർശിക്കുന്നതിന് വേണ്ടി അബുൽ ഹസൻ അലി നദ്വി, മഹാനായ ലോക പണ്ഡിതനാണ് അദ്ദേഹം എഴുതിയ ഖാദിയാനിയത്ത് എന്ന പുസ്തകം അറബിയിലും ഉറുദുവിലും ഉണ്ട്. അതിന്റെ മലയാള വിവർത്തനം സുഹൈർ ചുങ്കത്തരയാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. അത് അവിഭക്ത മുജാഹിദ് പ്രസിദ്ധീകരിച്ച മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഖാദിയാനിസമാണ് എന്റെ കയ്യിലുള്ളത്. അതിൽ അദ്ദേഹം അതിന്റെ 53-ാം പേജിൽ ഇപ്രകാരം പറയുന്നു: ഒന്നുറപ്പാണ്, ഈസ അലൈഹി ഇസ്ലാമിന്റെ ആരോഹണവും, അതായത് ആകാശത്തേക്കുള്ള പോക്ക്, അന്ത്യനാളിന് മുമ്പുള്ള ആഗമനവും മുസ്ലിങ്ങളുടെ അഖീദയാണ്. മുസ്ലിങ്ങളുടെ അടിയുറച്ച, അതായത് മാറ്റാൻ പറ്റാത്ത സോളിഡ് വിശ്വാസമാണ്. അത് മാത്രമല്ല, ഖുർആനും ഒരുപാട് ഹദീസുകളും അതിന് പിൻബലം നൽകുന്നു. തലമുറകളായി അത് വിശ്വസിച്ചു വരുന്നു. അതേക്കുറിച്ചുള്ള ഹദീസുകൾ മുത്തവാത്തിറാണെന്ന് പോലും ഇബ്നു കസീർ എഴുതുന്നു. അവ മുത്തവാത്തിറായ ഹദീസുകളിൽ തലമുറകളായി വിശ്വസിച്ചു വരുന്ന ഒരു വിശ്വാസമാണ് മുജാഹിദീങ്ങളുടേത്. ഈസ ഇബ്നു മറിയമിന്റെ ആഗമനം അത് വരട്ടെ വരാതിരിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ അത് ഈമാൻ ഗുണം ചെയ്യാത്ത കാലത്തിലാണ് വരിക എന്നൊക്കെ പറയുന്നത് മൗഢ്യമാണെന്ന് മാത്രമല്ല തങ്ങൾ എഴുതി വെച്ചതിന് വിരുദ്ധം കൂടിയാണ്. ഇനി സുന്നികളുടെ വിശ്വാസം ഇസ്ലാമിക ചിന്ത സത്യവും മിഥ്യയും എന്ന് എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. അതിന്റെ 135-ാമത്തെ പേജിൽ സുന്നികളുടെ വിശ്വാസങ്ങളെല്ലാം തന്നെ ഇമാം അഷ്അരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വാസങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് റിസാലത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞ 7-ാമത്തെ നമ്പറിൽ എഴുതിയിട്ട് അദ്ദേഹം അവസാനം പറയാണ്: ഹദറത്ത് ഈസ അലൈഹി ഇസ്ലാം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്നും അന്ത്യദിനമാകുമ്പോൾ ഇറങ്ങി വന്ന് ദജ്ജാലിനെ വധിക്കുകയും മദ്യവും പന്നിയും പൂർണ്ണമായി നിരോധിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് പ്രകാരം വിധി നൽകുകയും കാബക്ക് മുന്നിട്ടുകൊണ്ടുള്ള ഇസ്ലാമിക നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുമെന്ന വിശ്വാസം റിസാലത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈസ ഇബ്നു മറിയമിന്റെ ആഗമനത്തിലുള്ള വിശ്വാസം റിസാലത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നാണ് സുന്നികളുടെ വിശ്വാസം. അപ്പൊ റിസാലത്തിലുള്ള വിശ്വാസം ഒഴിവാക്കിക്കൊണ്ട് ഈസായി വരട്ടെ വരാതിരിക്കട്ടെ എന്ന് പറയാൻ നിവൃത്തിയില്ല. സുന്നികളാണ് പറയാറുമില്ല, പക്ഷെ മുജാഹിദീങ്ങൾ ചില ആളുകളാണ് പറയാറുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദിന്റെ ആ പുസ്തകം തന്നെ ഞാൻ ഉദ്ധരിച്ചത്. ഇതേപോലെ മൗദൂദി സാഹിബ് ഇതിനേക്കാൾ ശക്തമായിട്ട് വീരോടുകൂടിയാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് എഴുതിയ ഖത്മുൻ നുബുവത്ത് എന്ന മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുള്ള പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. അതിൽ അദ്ദേഹം പറയാണ്: 2000 വർഷം മുമ്പ് പിതാവിനെ കൂടാതെ ഹസ്രത്ത് മറിയം ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് പിറന്നിട്ടുണ്ടായിരുന്ന ഈസ അലൈഹി ഇസ്ലാം ഇറങ്ങുമെന്നാണ് പ്രസ്തുത ഹദീസുകളിലെല്ലാം അസന്നിഗ്ധമായും സ്പഷ്ടമായും പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് 20 ഹദീസുകൾ എഴുതിക്കൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് വരുന്നുള്ളതിന്. ഈസ മരിച്ചുപോയിട്ടുണ്ടോ, ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചർച്ച ഇവിടെ കുത്തിപ്പൊക്കുന്നത് തീരെ നിരർത്ഥവും നിഷ്ഫലവും എത്രയും. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അത് നിഷ്ഫലമാണോ നിരർത്ഥകമാണോ ഖുർആനും ഹദീസും വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. അപ്പൊ അത് ഖുർആൻ നിരർത്ഥകമാണോ നിഷ്ഫലമാണോ എന്ന കാര്യം ഇതിന്റെ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ അദ്ദേഹത്തിന്റെ മറ്റൊരു വാദമുണ്ട്. വാദത്തിന് വേണ്ടി അദ്ദേഹം മരണമടഞ്ഞുവെന്ന് തന്നെ സങ്കല്പിക്കുക, എങ്കിൽ പോലും അദ്ദേഹത്തെ പുനരുജ്ജീവിപ്പിച്ച് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുവാൻ അള്ളാഹു ശക്തനാണ്. ഈ വിശ്വാസം ഉണ്ടല്ലോ, മരിച്ചവരെ ജീവിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുള്ളത്. മരിച്ചവർ ജീവിച്ച് ഈ ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ അവർക്കുള്ള വിരാസത്തിന്റെ നിയമം എന്താന്ന് പറയേണ്ടി വരും. ഒരു ചിലപ്പോൾ മരിച്ചുപോയി കുറെ കാലം കഴിഞ്ഞാൽ അയാളുടെ ഭാര്യ വേറെ ആൾ വിവാഹം ചെയ്തിട്ടുണ്ടോ, ഇയാൾ വരുമ്പോൾ കുട്ടികളാരാന്ന് വേറെ പറയേണ്ടി വരും.